ആന്റണി പെരുമ്പാവൂരിനെ പൂട്ടാൻ പുതിയ നീക്കവുമായി ഫിലിം ചേംബർ. മാർച്ച് 25-ന് ശേഷം സിനിമാ റിലീസിന് ഫിലിം ചേംബറിന്റെ അനുമതി വേണമെന്ന നിർദ്ദേശം. ചേംബറിന്റെ അനുമതിക്ക് ശേഷമേ കരാർ ഒപ്പിടാവൂ എന്ന് സംഘടനകൾക്ക് കത്ത് നൽകിയിരിക്കുന്നു. പുതിയ നീക്കം എമ്പുരാനെ ലക്ഷ്യമിട്ടാണെന്നാണ് സൂചന. എമ്പുരാന്റെ റിലീസ് മാർച്ച് 27-നാണ്. സൈഫിനീസ അലിയാർ വിവരങ്ങൾ നൽകും. സൈഫിനീസ, എന്താണ് ഇപ്പോൾ ഫിലിം ചേംബർ മനസ്സിൽ കാണുന്നത്? എമ്പുരാനെ പൂട്ടുക എന്ന് പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂരിനെ മാത്രം പൂട്ടുക എന്ന അർത്ഥമില്ല. സ്മൃതി, മാർച്ച് 25-ന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് ചേംബറിന്റെ അനുമതി വേണം എന്നുള്ളതാണ് ഇപ്പോൾ സിനിമാ സംഘടനകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സിനിമാ സംഘടനകൾ എന്ന് പറയുമ്പോൾ അത് ഫിലിം ചേംബറിന്റെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള സംഘടനകളാണ്. ഒന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, മറ്റൊന്ന് ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, മറ്റൊന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക്. ഈ മൂന്ന് സംഘടനകൾക്കാണ് ഇപ്പോൾ ഫിലിം ചേംബർ കത്ത് നൽകിയിരിക്കുന്നത്. അതായത് സൂചനാ പണിമുടക്ക് ഈ മാസം, അതായത് മാർച്ചിൽ തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സൂചനാ പണിമുടക്കിന് പിന്നാലെ സർക്കാരുമായി ചർച്ച നടത്തും. സർക്കാരുമായി ചർച്ച നടത്തി ഇക്കാര്യത്തിൽ ഒരു ധാരണ വരികയാണ് എങ്കിൽ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകും. അതല്ല, ധാരണയായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകും. അപ്പോൾ കരാർ ഒപ്പിട്ട സിനിമകൾ പ്രദർശിപ്പിക്കാതിരിക്കുമ്പോൾ അത് പിന്നീട് നിയമ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട്. അത് ഒഴിവാക്കാനാണ് ഇപ്പോൾ ഈ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് ഫിലിം ചേംബറിന്റെ അനുമതി വാങ്ങണമെന്ന് നിർദ്ദേശം നൽകുന്നത് എന്നാണ് ഫിലിം ചേംബറിന്റെ ഭാരവാഹികൾ പറയുന്നത്. പക്ഷേ മാർച്ച് 25-ന് ശേഷമുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ തൊട്ടു പിന്നാലെ വരുന്ന സിനിമ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന, മോഹൻലാൽ നായകനാകുന്ന, പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാനാണ്. ഈ സിനിമയുടെ ആന്റണി പെരുമ്പാവൂരുമായി ഫിലിം ചേംബർ വിശദീകരണം ചോദിച്ചടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു അനുമതി പത്രം കൂടി വാങ്ങണമെന്ന് ഫിലിം ചേംബർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് ആന്റണി പെരുമ്പാവൂരിനെ ലക്ഷ്യമിട്ടുള്ള ഒരു നടപടി ആകാനും സാധ്യതയുണ്ട്. അങ്ങനെയല്ല എന്നാണ് ഭാരവാഹികൾ പറയുന്നത്. തുറന്നു സമ്മതിക്കാൻ ഇവർ തയ്യാറാകുന്നുമില്ല. എന്തായാലും സൂചനാ പണിമുടക്ക് അതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. 7-ാം തീയതിക്കകം സൂചനാ പണിമുടക്കിന്റെ ഒരു തീയതി തീരുമാനിക്കുകയും ചെയ്യും. അതിനൊപ്പം തന്നെ വിശദീകരണക്കുറിപ്പ്, അതായത് ആന്റണി പെരുമ്പാവൂരിന്റെ വിശദീകരണം ലഭിച്ച ശേഷം ഫിലിം ചേംബർ ഒരു യോഗം ചേർന്ന് ഇതിന്റെ മറ്റു നടപടികൾ ആലോചിക്കും എന്നുമാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും എമ്പുരാൻ സിനിമ അടക്കം ഇനി ഫിലിം ചേംബറിന്റെ അനുമതി വാങ്ങിയ ശേഷമേ കരാർ ഒപ്പിടാനാകൂ എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ ഫിലിം ചേംബർ എടുത്തിരിക്കുന്നത്. ഈ ഫിലിം ചേംബറിന്റെ ആരെങ്കിലും ഇപ്പോൾ പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുമോ സൈഫിനീസ? തീർച്ചയായും സജി നന്ദിയാട്ട് പരസ്യ പ്രതികരണത്തിന് തയ്യാറാകും. സജി നന്ദിയാട്ടാണ് ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറി. സജി നന്ദിയാട്ടാണ് ഇപ്പോൾ കത്ത് അയച്ചിരിക്കുന്നത്. കത്തയച്ചിരിക്കുന്നത് ഫിയോക്കിനും ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമാണ്. സജി നന്ദിയാട്ട് ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത് എമ്പുരാനെതിരെ ഒരു നടപടിയല്ല. മാർച്ച് 25-ന് ശേഷം ഇറങ്ങുന്ന സിനിമകൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാതിരിക്കുകയാണ് എങ്കിൽ പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഫിലിം ചേംബർ കൂടി ഭാഗവാക്കാകേണ്ടി വരും. അത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഫിയോക്കിന്റെയും ഒപ്പം തന്നെ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിനൊപ്പം നിൽക്കുക എന്നതിന്റെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കുന്ന സംഘടനകൾ, നിർമ്മാതാക്കളാണെങ്കിലും ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിലും തിയേറ്റർ ഉടമകളാണെങ്കിലും അവർക്കൊപ്പം നിൽക്കേണ്ടതുള്ളത് കൊണ്ടാണ് നിലവിൽ ഇങ്ങനെ ഒരു അനുമതി പത്രം വേണം എന്ന കാര്യത്തിൽ ഫിലിം ചേംബർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് സജി നന്ദിയാട്ട് അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. ഈ എമ്പുരാന്റെ റിലീസ് 27-നാണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താണ് അതിലൊരു കൃത്യമായ മറുപടി നൽകുന്നത്? എമ്പുരാന്റെ സിനിമ അടക്കമുള്ള സിനിമകൾ, എമ്പുരാൻ മാത്രമല്ല മാർച്ചിൽ റിലീസാകുന്നത്. അവധിക്കാലമായതുകൊണ്ട് നിരവധി സിനിമകൾ റിലീസാകുന്നുണ്ട്. ഈദുൽ ഫിത്തർ പ്രമാണിച്ച് ഒരുപാട് സിനിമകൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. എമ്പുരാൻ മാത്രമല്ല. അങ്ങനെ എമ്പുരാനെ മാത്രം ലക്ഷ്യമിട്ടെടുത്തിരിക്കുന്ന ഒരു തീരുമാനവുമല്ല.